മാധ്യമപ്രവർത്തകനായ ശ്രീ KVS ഹരിദാസ് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ നൂറുൽ അമീൻ, മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ NP രാധാകൃഷ്ണൻ എന്നിവർ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം മുസ്ലിം ലീഗ് നേതാവ് ശ്രീ മാഹിൻ ഹാജി ടെലിഫോൺ ലൈനിലും ചേരുകയാണ്. ശ്രീ നൂറുൽ അമീൻ, ഇത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് കേരളം ഒന്നടങ്കം തീവ്രവാദത്തെ ആശങ്കയോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് IS ഭീകരതയെ നമ്മൾ സിറിയയിലും ഇറാഖിലും വെച്ച് പരിചയപ്പെടുകയും അവിടെ നിന്ന് വരുന്ന വാർത്തകളിലൂടെ മാത്രമാണ് ISന്റെ ഭീകരമുഖം, തീവ്രവാദ മുഖം നാം തിരിച്ചറിഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മുടെ സമീപങ്ങളിൽ നിന്നും അത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ എത്രത്തോളം വലിയ ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഭയാനകമായ ആശങ്കയോടെ കാണേണ്ട ഒരവസ്ഥയിലേക്ക് കേരളം മാറിപ്പോയി എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, താങ്കളോട് ചോദിക്കാനുള്ള കാര്യം, മുമ്പും ഇത്തരം വാർത്തകൾ വരുമ്പോൾ ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ, മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ ISനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ISനെ കുറിച്ച് പോപ്പുലർ ഫ്രണ്ട് SDPI ഒരക്ഷരം മിണ്ടിയതായി കണ്ടിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ISനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് പോപ്പുലർ ഫ്രണ്ടും SDPIയും ഈ വിഷയത്തിൽ ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 1.5 വർഷം മുന്നേ ആദ്യമായി ISനെ കുറിച്ചുള്ള ചില വാർത്തകൾ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യമായി അതിനെ അപലപിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് ചെയർമാനാണ് മുസ്ലിം പക്ഷത്തു നിന്ന് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. അത് പബ്ലിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഈ ISലേക്ക് പോകുന്ന രീതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് രാജ്യത്തിനും സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ഗുണകരമല്ല എന്ന കൃത്യമായ നിലപാട്, അതുകൊണ്ട് തന്നെ ആരും ആ വിഷയത്തിൽ സഹകരിക്കാൻ പാടില്ല എന്നും കൃത്യമായ നിലപാടെടുത്തിരുന്നു. ഇതിനു പുറമെ കേരളത്തിലെ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ IS വിരുദ്ധ സമീപനവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളതും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാരാണ്. അത് താങ്കൾ വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ അതും താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ വാർത്തകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് NIA കസ്റ്റഡിയിലെടുത്ത സംഘത്തിൽ IS തീവ്രവാദികൾ എന്ന് വ്യക്തമായവരിൽ SDPIയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുഖപത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തേജസ്സിലെ പ്രവർത്തകരുമുണ്ട്. അബു താഹിർ അടക്കമുള്ള പാലക്കാട് അബു താഹിർ അടക്കമുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ മുമ്പ് കേട്ടിരുന്നു. പക്ഷേ ഇന്നലെയും NIA കസ്റ്റഡിയിലെടുത്തവരിൽ തേജസ്സിന്റെ ലേഖകരുണ്ട്, അവിടുത്തെ മാധ്യമ പ്രവർത്തകരുണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സർ? കേരളത്തിൽ ഇതുവരെയുള്ള NIA കസ്റ്റഡിയിൽ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വ്യക്തിയെ പൂർണ്ണമായിട്ടും അയാൾ അതിന്റെ പ്രതിയാണ് എന്നോ അയാൾ കുറ്റവാളിയാണ് എന്നോ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം നേരത്തെ NIA ഇത്തരം കേസുകളിൽ എടുത്ത നടപടികളൊക്കെ പിന്നീട് ഹിന്ദുത്വ തീവ്രവാദികളിലേക്കാണ് തിരിഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാലേഗാവ് സ്ഫോടനം പോലെ, സംജോത എക്സ്പ്രസ് സ്ഫോടനം പോലെ പല കാര്യങ്ങളും പിന്നീട് NIAയുടെ അന്വേഷണം തെറ്റായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ തേജസ് പത്രത്തിൽ നിന്ന് ഒരാൾ പോയി, തേജസ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രമല്ല, അതാദ്യം മനസ്സിലാക്കുക, ഒരു പൊതുപത്രമാണ്. പോപ്പുലർ ഫ്രണ്ടിനുമായിട്ട് അതിന് ബന്ധമില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അവിടെ പലതരത്തിലുള്ള ആളുകൾ, പല രാഷ്ട്രീയക്കാര്, പല ആശയക്കാരായ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. താങ്കൾ ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്നയാളാണ്, താങ്കൾക്ക് അത് മനസ്സിലാകും ഒരു മാധ്യമ സ്ഥാപനത്തിൽ എന്തെല്ലാം പൊളിറ്റിക്സിന്റെ ആളുകൾ ഉണ്ടാകും എന്നുള്ളത്. അവിടെ NP ചെക്കുട്ടിയാണ് അതിന്റെ എഡിറ്ററൊന്നും താങ്കൾക്കറിയാം. അപ്പോ അതൊരിക്കലും പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല, അവിടെ നിന്ന് ഒരു വ്യക്തി അങ്ങോട്ട് പോയി എന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് ISലേക്ക് പോയവരിൽ ഒരാൾ മാത്രം അല്ലെ 1-2 ആളുടെ പേരിലേ ഇങ്ങനെ വന്നിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ISന്റെ പേരിൽ ആരോപണ വിധേയരായ വ്യക്തികളിൽ ബഹുഭൂരിപക്ഷവും പോപ്പുലർ ഫ്രണ്ടുകാരല്ല, സലഫി വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഒപ്പം തന്നെ ഹരിദാസ് പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് മറുപടി പറയാൻ താങ്കൾ അനുവദിക്കണം. ഹരിദാസ് പറഞ്ഞ ഒരു വശം മാത്രം ഇത്തരം ഭീഷണികളെ കാണുന്നത് എന്തടിസ്ഥാനത്തിലാണ്? രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്തുന്നത്, അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്, വർഗീയ കലാപങ്ങൾ നടത്തുന്നത്, ഇതിലൊക്കെ ഹിന്ദുത്വ തീവ്രവാദികളെ കുറിച്ച് എന്താണ് RSS പറയാത്തത്, അല്ലെങ്കിൽ ഹരിദാസ് പറയാത്തത്? ഹരിദാസിന്റെ ഒരു സമീപനം ഇങ്ങനെ പക്ഷപാതപരമാകുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളായാലും ഹിന്ദുത്വ തീവ്രവാദികളായാലും മുസ്ലിം തീവ്രവാദികളായാലും എല്ലാം നമ്മുടെ രാജ്യത്തിന് ദോഷകരമാണ് എന്ന സമീപനമല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഈ ഒരു സമീപനം സ്വീകരിക്കാൻ എന്താണ് ഹരിദാസിനെ പോലുള്ളവർ തയ്യാറാണ്?
തയ്യാറാവാത്തത്? ഗവൺമെന്റ് മുസ്ലിം തീവ്രവാദത്തിനെതിരെ മാത്രമാണ് കേന്ദ്ര തലത്തിലും കേരള തലത്തിലും ഒക്കെ അന്വേഷണം നടക്കുന്നതും കസ്റ്റഡിയിൽ എടുക്കുന്നതും ഒക്കെ. മറ്റു തീവ്രവാദങ്ങൾ എന്താണ് അന്വേഷണ വിധേയമാകാത്തത്? എന്തുകൊണ്ടാണ് രാജ്യത്തുടനീളം നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് പഠന വിധേയമാകാത്തത്? എല്ലാ കേസുകളും ഗവൺമെന്റ് പുനരന്വേഷണം നടത്തണം എന്ന് എന്തുകൊണ്ടാണ് ഹരിദാസ് ആവശ്യപ്പെടാത്തത്? ശ്രീ നൂറുൽ അമീൻ, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത കേരളത്തിലെ IS ഘടകത്തിൽ സഫ്വാൻ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകനാണ് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത്. അദ്ദേഹം തേജസിന്റെ ഒരു പ്രവർത്തകനാണ് എന്നും വാർത്തകളിൽ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പാലക്കാട് നിന്നും ISൽ ചേർന്ന അബു താഹിർ അത് തേജസിന്റെ പാലക്കാട് ലേഖകനായിരുന്നു എന്നും പറയുന്നുണ്ട്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തേജസ് എന്ന് പറയുന്ന ദിനപത്രം പോപ്പുലർ ഫ്രണ്ടിന്റെയോ SDPIയുടെ മുഖപത്രമല്ല എന്ന് താങ്കൾ പറയുമ്പോൾ അത് ഏതിന്റെ മുഖപത്രമാണ്, അല്ലെങ്കിൽ ഏതു തരം ആശയങ്ങളാണ് ജനങ്ങൾക്ക് എത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് വ്യക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് പഴയ നിലപാടുകൾ അവിടെ മാറ്റി നിർത്താം, പക്ഷേ പുതിയ നിലപാടുകൾ ശ്രദ്ധേയമാണ്. ലീഗും മറ്റ് മുസ്ലിം സംഘടനകളും ഒക്കെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഇവരെ തള്ളി പറയാനെങ്കിലും താങ്കൾ ഈ ഒരു അവസരം വിനിയോഗിക്കുമോ? ഞാന് ഈ അവസരമല്ല, എല്ലാ അവസരവും IS ഉൾപ്പെടെയുള്ള RSS ഉൾപ്പെടെയുള്ള എല്ലാ തീവ്രവാദത്തെയും അതിശക്തമായിട്ട് അപലപിച്ച ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതിൽ ഒരു സംശയവും താങ്കൾക്ക് ഉണ്ടാവില്ല. ഈ പത്രത്തിൽ തേജസ് എന്ന് പറയുന്ന പത്രത്തിൽ തീവ്രവാദ അനുകൂല വാർത്തകളോ ഇന്നേ വരെ ഒരു ക്രിമിനൽ കേസ് പോലും പത്രത്തിനെതിരെ ഉണ്ടായിട്ടില്ല. അത്ര സുന്ദരമായി നടത്തുന്ന, നിഷ്പക്ഷമായി നടത്തുന്ന ഒരു പത്രമാണ്. എന്നാൽ താങ്കളെപ്പോലുള്ളവരുടെ ചാനലുകൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? തീവ്രവാദത്തെ ഒരു വശത്ത് പ്രോത്സാഹിപ്പിക്കുകയും മുസ്ലിം തീവ്രവാദത്തെ, കമ്മ്യൂണിസ്റ്റ് തീവ്രവാദത്തെ മാത്രം എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയല്ലേ താങ്കളെപ്പോലുള്ളവർ സ്വീകരിക്കുന്നത്? എന്തുകൊണ്ട് ഈ രാധാകൃഷ്ണൻ പറഞ്ഞില്ല കേരളത്തിൽ മാറാട്ടിലെ ഒന്നാം തീവ്രവാദികളെ കുറിച്ച്, ഒന്നാം കലാപത്തിലെ തീവ്രവാദികളെ കുറിച്ച് അന്വേഷിക്കേണ്ടതില്ലേ? ബാബരി മസ്ജിദ് തകർത്ത തീവ്രവാദികളെ കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല? അന്വേഷണം നടക്കുന്നുണ്ടോ? ഇവിടെ രാജ്യത്ത് ഉടനീളം സ്ഫോടനങ്ങൾ നടത്തിയിട്ട് മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതേക്കുറിച്ച് അന്വേഷിക്കാൻ രാധാകൃഷ്ണൻ ആവശ്യപ്പെടുമോ? അപ്പോൾ തീവ്രവാദമല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വംശീയ വിരുദ്ധതയും വിരോധവുമാണ് പ്രശ്നം. മതവിരോധവും വർഗീയതയുമാണ് പ്രശ്നം. അതിനെക്കുറിച്ച് നേരിടാനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത്. നമ്മുടെ യഥാർത്ഥത്തിൽ ജനം ഇത്തരം ഒരു ചർച്ച സംഘടിപ്പിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. സംവാദത്തിന്റെ വഴിയിലൂടെ കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങളും ഹൈന്ദവരും മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റിയെടുക്കാൻ സാധിക്കും. കാരണം അത്ര സമ്പന്നമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. പക്ഷെ നമ്മുടെ രാജ്യം എപ്പോഴും ആഭ്യന്തരമായി സംഘർഷവും വംശീയ വിരുദ്ധതയും വളർത്താൻ ശ്രമിക്കുന്ന ശക്തികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. രാജ്യത്തുടനീളമുണ്ട്. ഹിന്ദുത്വ തീവ്രവാദികൾ രാജ്യത്ത് പടർന്നു കയറുന്നില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയോ? ഇവർ ക്ഷേത്രത്തിൽ ആയുധ പരിശീലനങ്ങൾ നടത്തുന്നു എന്ന് ഈയിടെ വാർത്തകൾ വന്നില്ലേ? പക്ഷേ നിലവിലെ സാഹചര്യം IS എന്ന് പറയുന്ന ഭീകരത കേരളത്തിൽ സാന്നിധ്യം അറിയിച്ചു എന്നതാണ്. ആ ISന്റെ സാന്നിധ്യം ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള പേരുകൾ വരുന്നതും അതിനെ നമ്മൾ ഭയത്തോടെ, ആശങ്കയോടെ